അദ്ദേഹത്തെ പറയുന്നത്. അല്ലാതെ വചനം ഹെരസി താങ്കൾ പറഞ്ഞൊന്നുമല്ല, താങ്കൾ ഹെരസിയിലേക്ക് പോകുന്നു എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്. താങ്കളത് സെർച്ച് ചെയ്ത് താങ്കൾക്ക് മനസ്സിലാവും. അടുത്ത പോയിന്റ് ഇദ്ദേഹം പറയുന്നത് മറിയത്തിന്റെ വംശാവലി കിടക്കുന്നത് ലേവിയിൽ നിന്നാണ് എന്ന് പറയുന്നത്. അത് ആദ്യമായി ചരിത്രത്തിൽ കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളാണ്. അവർ തമ്മിൽ ഇമ്രാന്റെ വംശാവലിപ്പെട്ടത് മിറിയമാണെന്ന് സ്ഥാപിക്കണം, മോശയുടെ മഹ്റോന്റെ വംശത്തിൽപ്പെട്ട മിറിയമെന്ന് സ്ഥാപിക്കണം. അങ്ങനെയല്ല മറിയത്തിന്റെ വംശാവലി. മറിയത്തിന്റെ പിതാവിന്റെയും മാതാവിന്റെ വംശാവലിയാണ് ലേവ്യ കുടുംബത്തിലുള്ളത്. പിതാവിന്റെ വംശാവലി കിടക്കുന്നത് യൂത ഗോത്രത്തിലാണ്. ആ വംശാവലിയാണ് മത്തായി സ്ലീഹയുടെ സുവിശേഷത്തിലുള്ള വംശാവലി. അതിലൂടെ പോയിന്റ് ഉണ്ട്. ലാസ്റ്റ് പറയുന്ന ഒരു സംഭവമുണ്ട്. ജോസഫിന്റെ പിതാവായി, അതായത് യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. 16-ാമത്തെ വാക്യം 1:16. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ, മറിയം എന്ന് ഫസ്റ്റ് അവിടെ വെക്കേണ്ട കാരണം